സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇവിടെ പ്രൗഢമായ 2 പ്രസംഗങ്ങൾ നടക്കാൻ പോവുകയാണ്. അത് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നാം പിരിഞ്ഞു പോവേണ്ടത്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് രൂപം കൊണ്ട് 100 കൊല്ലം തികയുകയാണ്. 2026 ഫെബ്രുവരിയിൽ അതിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്ന് വേണ്ട നമ്മൾ കണ്ടു, അന്തമാൻ ദ്വീപിലടക്കം ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കയ്പമംഗലം മേഖലയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് മുമ്പ് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ ആവശ്യപ്പെട്ടിരുന്നു. പുതുതായിക്കൊണ്ട് സക്കാത്തുമായി വന്ന പല വിഷയങ്ങളും വന്നപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലത്, ഒരുപാട് ആളുകളുണ്ടെങ്കിലും കൃത്യമായി ആ കാര്യങ്ങൾ ഇവിടെ മദലകത്തും മറ്റുമൊക്കെ വന്ന് അവിടേക്കുള്ള സക്കാത്ത് പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ട് ഇന്നും ആ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്നത്തെ യുവ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നതുകൊണ്ട് ആ യോഗത്തിൽ പല ആളുകളും അഭിപ്രായപ്പെട്ടു, നമുക്ക് ഈ സക്കാത്ത് വിഷയമൊക്കെ ഇപ്പോൾ വേണ്ടാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊക്കെ നല്ലൊരു മറുപടി നൽകുന്നതിന് ഉസ്താദായിരിക്കും നല്ലത് എന്ന അഭിപ്രായം വരികയും ഉസ്താദിനെ അതിന് തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്തയുടെ 100ാം വാർഷികത്തിൽ പങ്കെടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ.